നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പണ്ട് പഞ്ചപാണ്ഡവരും രാജമൗലിയും കൂടി രാജമൗലി അല്ല പാഞ്ചാലിയൊക്കെ കൂടി വന്നിട്ടുള്ള സ്ഥലമാണ് പാഞ്ചാലിമേട്. സ്ഥലം കാണിച്ചു. നല്ല കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ കോട്ടയത്തെ മുണ്ടക്കയംകൂടിൻ്റെ അടുത്തുള്ള പാഞ്ചാലിമേടാണ്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രം നമ്മൾ കുറേ കടയൊക്കെ ഉണ്ട്. ഇവിടെ പി ഒക്കെ കിട്ടുന്നതാണ്. അങ്ങോട്ട് ഉള്ളിലേക്ക് കാണിച്ചു തരാം. അല്ല, പാഞ്ചാലിമേട്ടിൽ പ്രദേശവാസികളായി ഞങ്ങൾ ഈ ഭൂമിയെ അമ്മയായി കണ്ട് ആദരിക്കുന്നു. പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. എന്നാൽ ഈ ഭൂമി മാലിന്യമാക്കരുത്. കണ്ട, അങ്ങനെയാണ് സാധനം പറയണം. ഒരു അമ്പലമൊക്കെ ഉള്ളതാണ്. ഇതുണ്ട്. ഇതിൽ നമ്മൾ നടന്നു പോകണം. ഇവിടെ വേണം ഇവിടെ തൊഴുവൊക്കെ ചെയ്യാം. ഭുവനേശ്വരി ദേവീക്ഷേത്രമുണ്ട്. അത് നമ്മൾ വാക്കിംഗ് ആണ്. ഇങ്ങനെ നടന്നു പോകണം. നടന്നു പോകുമ്പോൾ തന്നെ പാഞ്ചാലിമേട് കണ്ട, അതാണ് സംഭവം. പാഞ്ചാലിമേട് എന്നാണ് സംഭവം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടക്കണം. അപ്പം ചെറിയ തോതിൽ കയറ്റമൊക്കെ ഉണ്ട്. നടന്ന് കയറാവുന്ന സാധനങ്ങളൊക്കെ ഉള്ളു. എന്നാലും ഞാൻ നടക്കുമ്പോൾ ഇച്ചിരി കഥപ്പുണ്ടാവും. പാഞ്ചാലിമേട്, പാഞ്ചാലിയും പഞ്ചപാണ്ഡവന്മാരും മേട് അവർ വന്നിട്ടുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. നാട്ടുകാർ പറഞ്ഞാട്ടെ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതാണ് കോട്ട. അതിൻ്റെ കണ്ട ആൾക്കാരൊക്കെ ഇരിക്കണം. അത് ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. ഇഷ്ടം പോലെ ആൾക്കാരിരിക്കാൻ കണ്ട. പാഞ്ചാലിമേട് എങ്ങനെ ഉണ്ട് കാണാൻ? രസമുണ്ടോ? താഴെ വീണ് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് നോക്കിയാൽ മതി അല്ലേ? ഇവിടെ ഡാൻസ് കളിക്കാൻ താം തിരിക്കട്ടെ, ധീം തിരിക്കട്ടെ, ധൂം തിരിക്കട്ടെ, നം തിരിക്കട്ടെ. വിട്ടു ഒന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാഞ്ചാലിമേട്. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര കൂളാണ്, ഭയങ്കര ഓക്കെ ഇട്ടേക്കാം, കുഴപ്പമില്ല. അപ്പം നല്ല മൂഡാണ്. അത് നല്ല മൂഡെന്ന് പറഞ്ഞാൽ വൻ പരിപാടി. എന്നെ വൈബാണെന്നറിയോ. അപ്പോൾ വന്നിരിക്കണം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈഫിൽ. നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടായിരുന്നു അതൊക്കെ മാറ്റി നല്ല കൂളായി ഫാമിലിയായിട്ട് വന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് അങ്ങനെ നല്ല രസമാണ്. പാഞ്ചാലിമേട് എന്നാണ് എൻ്റെ പേര്. പുകയാണെന്നോളെ, പുകയായി. ക്യാമറയിലൊക്കെ പുകടിച്ച് വരും. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ വായോ കേട്ടോ. ഇവിടെ താം തിരിക്കട്ടെ, തീം തിരിക്കട്ടെ, ഹോം തിരിക്കട്ടെ, നമ്മൾ തിരിക്കട്ടെ. മഴ പെയ്യുന്നുണ്ട്. മഴ കൂടെ മഴ വന്നാൽ കൂപ്പിക്കൂടാ. അപ്പോൾ ഇതാണ് കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ കൊടുമ്പ് കൂട്ടുമ്പോൾ. കോട വന്ന് കയറിയേക്കുന്നുണ്ട്. മൊത്തം ഒരാളെ പോലും കാണത്തില്ല. ആകാശത്തെത്തി നമ്മൾ കണ്ടോ. എല്ലാവരും ആ കോടയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവരിപ്പോ ഒന്നും നടക്കുന്നില്ല.
കോടയാണ് ലാസ്റ്റ് ഇവിടെ കണ്ടോ. നല്ല മഞ്ഞ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നുണ്ട്. കോടയൊക്കെ കയറി നല്ല സെറ്റപ്പാണ്. കുരിശൊക്കെ കോടയിലിരിക്കുക. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള കടയിൽ നിന്ന് വന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയതാണ് ഈ സാധനം. ഇപ്പോൾ പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ പാഞ്ചാലിയുടെ മേട് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് വരേണ്ടവർക്കൊക്കെ വരാം. നല്ല പൂക്കുറ്റി സ്ഥലമാണ് കേട്ടോ, അടിപൊളി. പോവാ.